ഹലോ, എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? ഇന്ന് നമ്മുടെ കയ്യിൽ നമ്മൾ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ഒരു എക്സ്ക്ലൂസീവ് പെർഫ്യൂമായിട്ട്, ഒരു അനുഭൂതി തരുന്നൊരു പെർഫ്യൂം. ഇതാണ് ബോക്സൊക്കെ. MFK മേസൺസ് ഫ്രാൻസിസ് കുർദിജാൻ്റെ ബക്കറാത്ത് റൂഷ് 540. ഇവിടെ അപ്ലൈ ആക്കിയിട്ടുണ്ട്. ഈ പെർഫ്യൂമിൻ്റെ പിന്നാലെ ഞാൻ ആക്ച്വലി ഒരു 2-2.5 കൊല്ലത്തോളം ആക്ച്വലി ഞാൻ നടന്നിട്ടുണ്ട് ഈ പെർഫ്യൂമിൻ്റെ പിന്നാലെ. ഇത് എൻ്റെ ഒരു പ്രൈസ്ലി പൊസിഷനും ഞാൻ ഏറ്റവും കൂടുതൽ വാല്യൂ കൽപ്പിക്കുന്ന ഒരു അക്വിസിഷനാണ് ഈ പെർഫ്യൂം. ഈ പെർഫ്യൂമിനെ കുറിച്ചിട്ട് കുറേ അധികം പറയാനുണ്ട്. ഈ പെർഫ്യൂം നമ്മൾ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അനൗൺസ്മെൻറ്റിലൊക്കെ പറയുന്ന പോലെ ശ്രോതാക്കളുടെ ശ്രവണപുടങ്ങളിലേക്ക് എത്ര തന്നെ വർണ്ണിച്ചാലും വർണ്ണനകൾക്ക് അതീതമായിട്ടുള്ളൊരു മാജിക്ക്, വർണ്ണനകൾക്ക് അതീതമായിട്ടുള്ളൊരു മാന്ത്രിക ശക്തി പെർഫ്യൂമിനുണ്ട്. ഈ പെർഫ്യൂം ഇപ്പം എങ്ങനെ പറയാൽ, ഭൂമിയിൽ 7 വണ്ടേഴ്സ് 8 വണ്ടേഴ്സ് 7 വണ്ടേഴ്സൊക്കെ ഇല്ലേ, അതേപോലെ പെർഫ്യൂമുള്ള ഒരു അത്ഭുതമാണ് ഈ പെർഫ്യൂം. ഈ പെർഫ്യൂം ട്രൈ ആക്കിയ ആളുകൾ, ഈ പെർഫ്യൂമിന് ക്ലിക്കായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഞാനത് ട്രൈ ആക്കാൻ കൊടുത്തിട്ടുള്ള ആളുകൾ, ആദ്യത്തെ സ്നിഫിൽ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താ, ഇതൊരു ഹെവൻലി ഫ്രാഗ്രൻസ് ആണല്ലോ എന്ന്. ഞാൻ അവർക്ക് ഹെവൻലി എന്നുള്ള വേർഡ് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തതല്ല, അവരുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ നിന്ന് അവർ തന്നെ എടുത്ത് പറഞ്ഞ വേർഡ് ഹെവൻലി. അതെ, ദിസ് പെർഫ്യൂം ഈസ് ദ ഫ്രാഗ്രൻസ് ഓഫ് ഏഞ്ചൽസ്. അങ്ങനെ തോന്നിയിട്ടുണ്ട്. കണ്ണടച്ചിട്ട് സ്നിഫാക്കി കഴിഞ്ഞാൽ നമ്മളെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ ട്രാവലാക്കും. നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ ഒരു ഫെയറി ടൈം ലോകത്തേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു മാജിക്കാണ് MFK ബക്കറാത്ത് റൂഷ് 540. ഇത് ആകെ 5-6 അടി അടിച്ചിട്ടുള്ളൂ. അങ്ങനെ വെക്കും ഞാനത്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് ക്ലിക്കായ ആളുകൾക്ക് ഈ പെർഫ്യൂം, ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഹൈപ്പല്ല. ഈ പെർഫ്യൂമിൻ്റെ യഥാർത്ഥത്തിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. ഇതിന് 4 ഇരട്ടി പറഞ്ഞാലാണ് ഹൈപ്പാവുള്ളൂ. അങ്ങനെയാണ് കാര്യങ്ങളിലൊക്കെ എടുപ്പ്. ഈ പെർഫ്യൂം ഞാൻ ആദ്യമായിട്ട് സ്നിഫാക്കിയത് എവിടുന്നാന്ന് അറിയാം. സ്നിഫല്ല, ഈ എയറിൽ ഇതിൻ്റെ മാജിക്കലായിട്ടുള്ള ഒരു ഹെവൻലി ഫീലൊക്കെ കിട്ടിയത് ഞാൻ സൗദി അറേബ്യയിൽ ഉംറക്ക് പോയപ്പോൾ, ഒരു മുസ്ലിംസിൻ്റെ ഒരു ഇതാണ്. അവിടെ ചെന്നപ്പോൾ ഒരു അറബി, ഞങ്ങൾ പ്രയർ ചെയ്യുമ്പോൾ ഒരു അറബിൻ്റെ അടുത്ത് വന്നു. ആ അറബിയുടെ 2 സൈഡൊന്നും ഭയങ്കരമായിട്ടുള്ളൊരു, ഇത് പ്രകാശമാണെന്ന് വിചാരിച്ചു. അല്ല, അങ്ങനൊരു ഭയങ്കരമായിട്ടൊരു മാജിക്കൽ ഫീലൊക്കെ അവിടെ നിന്ന് കിട്ടി. ഞാനൊന്ന് ചോദിച്ചു, ഇത് ഏതാണ് പെർഫ്യൂം? ഇംഗ്ലീഷിലാണ് ചോദിച്ചത്. മൂപ്പരാൾക്ക് മനസ്സിലായിട്ടില്ല, ഇംഗ്ലീഷ് അത്ര വശമില്ലാത്തൊരു അറബിയായിരുന്നു. സ്മെൽ ബക്കറാത്ത് എന്നൊരു പേര് അവിടെ നിന്ന് ഇട്ടു. അന്ന് തൊട്ടിട്ട് 2.5 കൊല്ലം മുന്നേണത്. അന്ന് തൊട്ടിട്ട് ഏത് പെർഫ്യൂം കട കയറിയാലും, ഏത് പെർഫ്യൂം ഇൻസ്പയർഡ് ഉണ്ടാക്കുന്ന പെർഫ്യൂമിൽ ഷോപ്പിൽ കയറിയാലും ഞാൻ ചോദിക്കുന്ന ഒരു പെർഫ്യൂം ഉണ്ട്, ബക്കറാത്ത് ഉണ്ടോയെന്ന്. എന്ന് പറയും. സ്മെല്ലാക്കി കഴിഞ്ഞാൽ ആ ഒരു DNA കറക്റ്റായിട്ട് ഡെപ്പിക്റ്റ് ആയിട്ടുണ്ടോ, അതവർ പിടിച്ചിട്ടുണ്ടോ നോക്കും. ഇല്ലയെന്ന് കണ്ടു കഴിഞ്ഞാൽ പോവും. ഞാൻ ട്രൈ ആക്കിയ പെർഫ്യൂംസിന് കണക്കില്ല. അർമാഫ് അൺടോൾഡ്, ഇത് സ്മെൽ സോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ വാങ്ങിച്ചതാണ്. ഇന്ത്യയിൽ ഇതിൻ്റെ ഒറിജിനൽ മറ്റേ ഫുൾ ബോട്ടിൽ ഉണ്ടായിരുന്നു. ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരനാണ് അത് ഗിഫ്റ്റാക്കി. ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫ്യൂം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരനെ ഗിഫ്റ്റാക്കി. അങ്ങനെ ഇത് സ്നിഫാക്കി. പിന്നെ മൻസറുടെ ഇൻസ്റ്റൻറ്റ് ക്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള, ഇത് എത്തിപ്പിടിക്കാൻ ഇതൊരു അത്യാവശ്യം പ്രൈസ് ആയിട്ടുള്ളൊരു പെർഫ്യൂം. ഈവൻ ടെസ്റ്ററോസ് ഓൾസോ കോസ്റ്റ് couple of bucks. അങ്ങനെ എന്താക്കി, എല്ലാ കടയിൽ നിന്നും കിട്ടുന്ന കടയിൽ നിന്നൊക്കെ ബക്കറാത്തിൻ്റെ ക്ലോണൽ ട്രൈ ആക്കി. ഞാൻ നമ്മുടെ ബാംഗ്ലൂരൊക്കെ നിൽക്കുന്ന സമയത്ത് അസ്മ പെർഫ്യൂംസ്, ഇബാദ് പേര് കറക്റ്റ് ഓർമ്മയില്ല, അവരുടെ അടുത്തൊക്കെ ബക്കറാത്തായിട്ട് വൈബിളുള്ളൊരു പെർഫ്യൂമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എന്നെ സാറ്റിസ്ഫൈഡ് ആക്കിയില്ല. കുറച്ച് ആ ഒരു ഫീൽ ഡെപ്പിക്റ്റായിട്ട് കറക്റ്റായിട്ട് ഒരു DNA കിട്ടിയിട്ടുള്ളത് ഇതെന്നെ സാറ്റിസ്ഫൈഡ് ആക്കി. അർമാഫിന് എനിക്ക് ഓഫീസിൽ നിൽക്കുന്ന നേരത്തെ ഇത് ഞാൻ അടിക്കലില്ല.
പക്ഷേ അർമാഫിന് കിട്ടിയ കോംപ്ലിമെൻ്റ് ഫാക്ടർ ബക്രാത്തിന് കിട്ടിയ പോലെയാണ്. അത് പറഞ്ഞു കഴിഞ്ഞാലാണ് അതാണ് ഇവിടുത്തെ ഫാക്ടർ. ഒരിക്കലും ഒരു രൂപത്തിലും കമൻറ്റ് ചെയ്യാത്ത എന്നെ കോംപ്ലിമെൻറ്റ് ചെയ്യാത്ത മാനേജറിൽ പൊസിഷനിലെ ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഈ ഒരു പെർഫ്യൂം കൈയാണ് നോക്കിയിട്ട് നൗ യു ഈ പെർഫ്യൂം അടിച്ചിട്ട് ആൾ തന്നപ്പോൾ നൗ ഐ സീംസ് യു ആർ എ പെർഫ്യൂം കൈ. ഓക്കെ, ഇപ്പോഴാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ ആളാണ്. ഇതുവരെ അതടിക്കും ഇതടിക്കും മറിച്ചടിക്കും എന്നല്ലാണ്ടൊക്കെ ഒരു ഫീലൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈ അടിച്ചിട്ടുള്ളത് എൻ്റെ ഈ ഒരു പെർഫ്യൂം കൈയാണെന്ന് എന്നെ തെളിയിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. അതാണ് ബക്കറ തുറൂഷ്. ഓക്കെ, ഞാനിനി ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇതിൻ്റെ നോട്ട്സൊക്കെ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ടോപ്പ് നോട്ടിൽ സാഫ്രോൺ ജാസ്മിൻ, മിഡിൽ നോട്ടിൽ ആംബർവുഡ്, ആംബർഗ്രീസ്, ഹീഡിയോൺ എന്താണെന്നറിയില്ല കേട്ടോ. ബേസ് നോട്ടിൽ ഫയർ റെസിൻ, സെഡാർ, ആംബ്രോക്സൻ, ഓക്മോത്ത്, ഷുഗർ. ആംബ്രോക്സൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കുലാർ പെർഫ്യൂമിലുള്ള ഇൻഗ്രീഡിയൻ്റാണ് തോന്നുന്നുണ്ട്, അറിയില്ല. ISO എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയൊരു സാധനങ്ങളുണ്ട്. ഞാൻ വീഡിയോയുടെ മുന്നേ റെഫറാക്കിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ക്ലിയർ ആക്കിയിട്ട് പറയാറുണ്ട്. ഇതൊരു എയറി പെർഫ്യൂമാണ്. എയറി പെർഫ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നോട്ട്സ് വരിക. ഇത് കോട്ടൺ ക്യാൻഡി, ഷുഗർ ക്യാൻഡി, മധുരമുള്ള സ്വീറ്റ്നെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇതിൻ്റെ ഒരു വൈബ് നമുക്ക് പറഞ്ഞുതരാനൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ പെർഫ്യൂം ക്ലിക്കായ ആളുകൾക്ക് ഇതൊരു മാജിക്കാണ്. ആരൊക്കെ എന്തൊക്കെ കോട്ടൺ ക്യാൻഡി എന്ന് പറഞ്ഞാലും ഷുഗറാന്ന് പറഞ്ഞാലും മധുരക്കട്ടയെന്ന് പറഞ്ഞാലും അവർക്കൊക്കെ ഇത് അതിനേക്കാൾ അപ്പുറത്തുള്ള പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു അനുഭൂതിയാണ് ഈ പെർഫ്യൂം. ബൈ ബക്കറ തുറൂഷ് 540. ഞാൻ ഇതിൻ്റെ ക്ലോണുകൾ ഏത് സ്റ്റാളിൽ പോയാലും ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ ഓയിൽ ട്രയലാക്കും, അല്ലെങ്കിൽ അവിടെ ഇൻസ്പയർഡ് പെർഫ്യൂംസ് ലെയറിൽ അടിച്ച് നോക്കും അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഇതാ പറഞ്ഞ പോലെ ആ ഒരു സാഫ്രോണിൻ്റെ വൈബ് വരും, ഒരു കോട്ടൺ ഒക്കെ അതന്നെയാണ്. ആ ഒരു സ്മെല്ലൊക്കെ ഇവർ റിവ്യൂവേഴ്സ് പറഞ്ഞ പോലെ കോട്ടൺ ക്യാൻഡിയുടെ വൈബ് ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് അടിച്ചു വരും. പക്ഷെ അതിലൊരു മാജിക് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് അവർ ഇത് സ്നിഫാക്കി കഴിഞ്ഞാൽ ഇതാക്കത്തിൻ്റെ കറക്റ്റ് കുറച്ച് അടി കറക്റ്റായില്ല. പ്യുവർലി നാച്ചുറലായിട്ടാണ് സംഗതി വരുന്നത്. സിന്തറ്റിക് ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അതിൽ കുറച്ചൊക്കെ സിന്തറ്റിക് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിലും ഈ പെർഫ്യൂമർ ഇതിലൊരു മാജിക് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ പെർഫ്യൂം നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ എയർ ബബിൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും. ഇത് എയറി പെർഫ്യൂമാണ്. ഇത് ഓൾഫാക്ടറി ഫട്ടീഗ് അല്ലെങ്കിൽ നോസ് ഫട്ടീഗ് എന്ന് പറഞ്ഞ ഫാക്ടറി പെർഫ്യൂമിനുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് നമുക്കൊരു വെറും വീഡിയോയിലൊക്കെ എക്സ്പ്ലനേഷൻ ഞാൻ തരാത്. ഈ വീഡിയോ ഭയങ്കര ലോങ് ആയി പോകും. അങ്ങനെ ഈ പെർഫ്യൂം നമ്മൾ നടന്നു പോകുമ്പോൾ ഈ പെർഫ്യൂമിൻ്റെ ഈ എയറിനെസ് നമ്മൾ നടക്കും തോറും നമ്മുടെ പിന്നിലേക്ക് ഇതിങ്ങനെ അടിച്ചു വീശിക്കൊണ്ടിരിക്കും. നമ്മൾ നടക്കുമ്പോൾ സെൻട്രയിൽ ഈ ഒരാൾ ഇത് കൂടെ നടന്നു പോയിരുന്നു, ഈ ഒരാൾ ഇന്ന ഭാഗത്ത് ഇരുന്നിരുന്നു എന്നുള്ള മറ്റുള്ള ആൾക്ക് നന്നായിട്ട് കിട്ടും. നമ്മൾ നിന്ന സ്ഥലത്ത് ഈ പെർഫ്യൂം എക്സിസ്റ്റഡ് ആണ്. നമ്മളിവിടുന്ന് പോയാലും ഒരു അരമണിക്കൂറോളം ഈ പെർഫ്യൂമിൻ്റെ ഒരു വൈബ്, ഈ പെർഫ്യൂമിൻ്റെ എയറിൽ ലിങ്കർ ചെയ്യുന്ന ഒരു ഫീല് അവിടെ എക്സിസ്റ്റഡ് ആണ്. ഞാൻ ഇതേപോലെ ഓഫീസിൽ ഒരു റൂമിലേക്ക് കയറി, ഒരു ക്യാബിൻ. അപ്പോൾ ക്യാബിനിൽ അവിടെ ഇരിക്കണ ഒരു താത്ത എൻ്റെ അടുത്ത് പറഞ്ഞടാ, ഈ വന്നപ്പോൾ ഈ റൂം മുഴുവൻ എൻ്റെ മണായിന്ന്. അങ്ങനെ സ്പെല്ല് പറയാറുണ്ട്, പക്ഷെ അവരപ്പോഴും പറഞ്ഞത് ഈ റൂം ഒരു മാജിക്കൽ വൈബായി എന്നാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. ഹെവൻലി ഫീല്. ഇത് പിന്നെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അവൻ വർക്ക് ചെയ്യാണ്. അവൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ അപ്പെക്സ് ഹെഡ്, അതായത് ഡയറക്റ്റ് മാനേജറൊന്നുമല്ല, അതിൻ്റെ കമ്പനിയിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ക്ലസ്റ്ററിൽ തന്നെ ഹെഡ് എന്നിട്ട് ചോദിച്ചു ഏതടാ പെർഫ്യൂമോ. അവൻ ജോയിൻ ആക്കിയ ദിവസം തന്നെ അത്രത്തോളം ജോയിൻ ആക്കി. എന്നിട്ട് ആ ആള് എൻ്റെ അടുത്ത് നിന്ന് ലിങ്ക് അയപ്പിച്ചു, ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഈ പെർഫ്യൂമിന്. അങ്ങനെയാണ് ഇത് അന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ പെർഫ്യൂം അടിച്ചാൽ മതി എന്നുള്ളത്. ഇത് എപ്പോഴും അടിക്കാൻ പറ്റിയ ഒരു പെർഫ്യൂമല്ല. സ്പെഷ്യൽ ഒക്കേഷനിൽ, അത്രയും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഒക്കേഷനിൽ നമ്മൾ അടിക്കേണ്ട ഒരു പെർഫ്യൂമാണ് ബക്കറ തുറൂഷ് 540. ഇത് യൂണിസെക്സ് ആണ്. ആണുങ്ങൾക്ക് അടിച്ചാൽ
ഇത് പെണ്ണുങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് പോയിട്ട് ഭയങ്കര ടെംപ്റ്റേഷൻ കെട്ടിപ്പിടിക്കുക, അത്രത്തോളം നമ്മളെ ടെംപ്റ്റ് ചെയ്യും പെർഫ്യൂം. ഇനി ബോയ്സ് അടിച്ചു കഴിഞ്ഞാൽ ലേഡീസിനും അവർ ഫീൽ വരും, എന്താണ് അവൻ അടിച്ചിട്ടുള്ളത്. നമ്മളിങ്ങനെ ആലോചിക്കും അത് ആ ഒരു മനുഷ്യന് എന്ത് പ്രത്യേകത ആ മനുഷ്യനുള്ളത്. ഇങ്ങനെ സെൻട്രയിൽ ഇങ്ങനെ ഇത് അടിച്ചു വീശുക, ഇത് കാട്ടങ്ങോട്ട് പോകുമ്പോൾ സ്മെല്ല് മുഴുവനായിട്ട് അങ്ങോട്ട് പോകും. അങ്ങനെ നമ്മളിങ്ങനെ ടെംപ്റ്റഡ് ആയിക്കൊണ്ടിരിക്കും. പെർഫ്യൂം ലോങ്ജിവിറ്റി പ്രൊഡക്ഷനൊക്കെ ബീസ്റ്റാണ്. ലോങ്ജിവിറ്റി പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറി പെർഫ്യൂമാണ്. കാറ്റടിക്കുമ്പോഴൊക്കെ ഇത് പ്രൊജക്ട് ഓരോ 5 മിനിറ്റിലും നമ്മുടെ മൂക്കിലേക്ക് വിപ്സ് ഇങ്ങനെ ഉഫ് പറഞ്ഞിട്ട് അടിച്ച് വീശുകൊണ്ടിരിക്കുന്നത്. ലോങ്ജിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 മണിക്കൂറൊക്കെ ഇത് ഹെവി ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ലോങ്ജിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെക്സ്റ്റ് ഡേ ഒക്കെ ഈ പെർഫ്യൂം ലാസ്റ്റും ചെയ്യുന്നുണ്ട്. ഇത് പറഞ്ഞ പോലെ നോസ് ഫട്ടിക് എന്ന് പറഞ്ഞിട്ടൊരു ഫാക്ടറി ഈ പെർഫ്യൂമിനുണ്ട്. അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇത് ഡയറി പെർഫ്യൂം ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾക്ക് ചിലപ്പോൾ ലാസ്റ്റിങ് കുറവാണ്, പ്രൊജക്ഷൻ കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. അത് പെർഫ്യൂം നമ്മുടെ മൂക്ക് ആ പെർഫ്യൂമിനെ നെഗ്ലക്റ്റ് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്ത് കളയാണ്. അപ്പോൾ അത് കുറച്ച് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്കത് വേറെ ഇതിൽ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. ഇതൊക്കെയാണ് ബക്കറാത്ത് റൂഷിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ പെർഫ്യൂം നിങ്ങൾ ട്രൈ ആക്കുക. ഞാൻ വീഡിയോ കൂടുതൽ ലെങ്ത് ആവാണ്ടിരിക്കാനാണ് ഇത് ഇവിടെ വെച്ച് നിർത്തുന്നത്. ഇത് പറഞ്ഞുകൊണ്ടു കഴിഞ്ഞാൽ വീണ്ടും എംഫസൈസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിൻ്റെ ബ്യൂട്ടി, ഇതിൻ്റെ എലഗൻസ്, ഇത് നമ്മളെ കണ്ണടച്ചിട്ട് ഈ പെർഫ്യൂം നമ്മൾ വായുവിൽ ലിങ്കർ ചെയ്തിട്ട് ആ സ്മെല്ലും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് പല കാര്യങ്ങളും ഓടി വരും. ഫെയറി ടെയിൽസ് ഓടി വരും, പണ്ടത്തെ ഹാരി പോട്ടറിൻ്റെ സിനിമകൾ ഓടി വരും, ഏഞ്ചൽസ് ഹെവൻലി ഫീൽ എന്താണെന്ന് നമ്മുടെ മനസ്സിലേക്കൊരു മൈൻഡ് വരും. എങ്ങനെയാണിത് MFK എന്ന് പറഞ്ഞിട്ടുള്ള പെർഫ്യൂമർ ഇത് ഇങ്ങനെ ഒരു ക്രിയേഷൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എന്ത് മാജിക്കാണ് അയാൾ ഇതിൽ ചെയ്തൊപ്പിച്ചിട്ടുള്ളത്. ഈ പെർഫ്യൂം ക്ലിക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ അവസാനമായിട്ടൊരു പോയിന്റും കൂടി ഇതിടാം. ഞാൻ എത്രത്തോളം ഹൈപ്പ് അല്ലെങ്കിൽ ഇത്രത്തോളം പറയുന്നുണ്ടെങ്കിൽ ചില ആളുകൾ ചിലപ്പോൾ ഇതിൻ്റെ മാജിക്ക് കിട്ടിയെന്ന് വരില്ല. ആ ഒരു വിഷയത്തിൽ കുറച്ച് ട്രെയിൻഡ് നോസ് ആവണം കണ്ടത്. എന്നാലാണ് ഇതിൻ്റെ ഡെപ്ത്നെസ്സും ഇതിലുള്ളിലേക്ക് ഇറങ്ങിയിട്ട് ചെന്നിട്ടുള്ള സ്നിഫ് അടിക്കുമ്പോൾ ഈ പെർഫ്യൂമർ ഇതിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാജിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫാക്ടർ ഇതിലുണ്ട് കേട്ടോ. ചില ആളുകൾക്ക് ഇത് മാജിക്കൽ പെർഫ്യൂമിനെ തോന്നുള്ളൂ, ഇപ്പം പറഞ്ഞത്, അല്ലെങ്കിൽ ഇതെന്തോ അടിപൊളി ഫ്രാഗ്രൻസ് അതെന്തായാലും തോന്നും, അത് ഏത് ആൾക്കും തോന്നുന്നത്. പക്ഷേ ഇവൻ ഇതിങ്ങനെ പറയണ ആ ഒരു വേർഡിങ്സിൽ ഞാൻ ഇട്ടിട്ടില്ലേ, അത് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ട്രെയിൻഡ് നോസ്, മറ്റ് പെർഫ്യൂമുകളൊക്കെ സ്നിഫ് ചെയ്തിട്ടുള്ള നീഷ് പെർഫ്യൂംസിനൊക്കെ സ്നിഫ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നീഷ് കാറ്റഗറി പെർഫ്യൂംസ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് 100% ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾക്ക് മനസ്സിലാവും. അത് അല്ലെങ്കിൽ ബക്കറാത്ത് റൂഷ് ക്ലിക്കായിട്ടുള്ള ആളുകൾക്ക് ഇതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞതിനാണ് അവർക്കും പറയേണ്ടാവുക. അല്ല ഇനി ബക്കറാത്ത് റൂഷ് സ്നിഫ് ചെയ്തിട്ടില്ലാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ ആദ്യമായിട്ട് പെർഫ്യൂമുകളൊക്കെ ജസ്റ്റ് ബിഗിനറൊക്കെ പോയിട്ട് ബക്കറാത്ത് റൂഷൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവന് ചിലപ്പോൾ ഈ ഒരു കോംപ്ലിമെൻറ്റ്സ് എന്തായാലും കിട്ടും, പക്ഷേ ഇതിൻ്റെ ട്രൂവസ്റ്റ് ആയിട്ടുള്ള ഒരു എസൻസിൽ ഈ ബക്കറാത്ത് റൂഷ് യൂസ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട്. അപ്പോൾ പെർഫ്യൂം അറിയുന്നവർക്ക് ബക്കറാത്ത് റൂഷ് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഞാൻ വീഡിയോ ലെങ്ത് ആക്കുന്നില്ല. ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനാണ്. സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഓഫ് സ്പെഷ്യൽ, ഏറ്റവും സ്പെഷ്യൽ ഒക്കേഷനിൽ അടിക്കാൻ പറ്റിയ ഏറ്റവും അടിപൊളി, ഏറ്റവും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വോയിസിൽ കുറച്ച് ഓരോ കാലഘട്ടത്തിലെ പെർഫ്യൂം എന്ന് പറഞ്ഞ പോലെ ഇത് ഈ കാലഘട്ടത്തിലെ ഈ ഒരു എന്താ പറയുക പതിറ്റാണ്ടിൻ്റെ പെർഫ്യൂം എന്ന് ഞാൻ അതിനെ വിശേഷിപ്പിക്കും. ചില കാലത്ത് ക്രീഡ് കത്തിയിരുന്നു, കുറച്ച് ബ്ലൂഡി ഷെനൽ കത്തിയിരുന്നു, ചില ബ്ലൂഡി YSL കത്തിയിരുന്നു. ഓരോ പെർഫ്യൂം വരുമ്പോൾ മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു പെർഫ്യൂം തന്നെയാണ് ബക്കറാത്ത് റൂഷ് 540. ഒരു ഒഫീഷ്യൽ വയലൊക്കെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ഇന്നല്ലെങ്കിൽ നാളെ ഇത് വാങ്ങിക്കണം. ഓക്കെ, നിങ്ങൾ ഇത് കമൻറ്റ് ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇത് മിക്കവാറും ഈ വീഡിയോ കാണാൻ വരുന്ന ആൾക്കാർ കൂടുതൽ ഇതിനെക്കുറിച്ചൊരു ധാരണ ഉള്ളവരാവാൻ സാധ്യത ഉണ്ട്. അല്ലാത്തവർക്ക് ഇത് പെർഫ്യൂമിൽ ബിഗ്നേഴ്സിനൊക്കെ ബക്കറാത്ത് റൂഷ് എന്നുള്ള പേര് ചിലപ്പോൾ കേൾക്കാൻ തന്നെ സാധ്യതയില്ല. നോക്കി നിങ്ങൾ ഇൻഷാ അല്ലാഹ്. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.